കുറെ നാളായി ടൂണ് ഉറക്കോ ഇല്ലാതെ ആ പരമശിവത്തെ പിടിക്കാൻ നടക്കുകയില്ലായിരുന്നു. ഈ കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. കേരളം നടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കേസിന് 1.5 കോടി രൂപ ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ്, വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. അതിൽ 80 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും 70 ലക്ഷത്തോളം രൂപ പല തവണയായി വാങ്ങിയിട്ടുണ്ട് എന്നും പൾസർ സുനി നമ്മളോട് വെളിപ്പെടുത്തുന്നു. ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ തന്നെ പല സമയങ്ങളിലുള്ള വാക്കുകളും ഇതൊക്കെ വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പല സമയങ്ങളിൽ പല വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അപ്പോൾ അദ്ദേഹത്തിനെ തന്നെ വിളിച്ചിരുത്തി ഒരു മാവിന്റെ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ക്യാമറയുടെ ഫോക്കസ് പോലും മാറാതെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിലൊരു ചതിയില്ലേ? അത് എന്തോ ഒരു പ്ലാനിങ്, എനിക്ക് ഇതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത, ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ നമ്മുടെ ഈ ഗോവിന്ദചാമിയെ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് ഗോവിന്ദചാമി പറയുന്ന കാര്യം വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവും? അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് നിന്ന് വീണ്ടും വരണമെന്നുള്ള ഒന്നുകിൽ ആരുടെയോ അജണ്ട. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? ആ വീഡിയോ എടുത്തേക്കുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ, ഒളി ക്യാമറ എന്നൊക്കെ പറയുന്നത് നമ്മൾ പലതും തെഹൽക്കേടത്തൊക്കെ കണ്ടിട്ടുണ്ട്. സ്റ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഇതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നി ആർക്കെങ്കിലും? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഒരു ക്യാമറയുടെ ആംഗിൾ പോലും മാറാതെ രണ്ടുപേരും നിൽക്കുന്ന രീതിയിലേക്കൊക്കെ അത് വരണമെങ്കിൽ അത് അത്ര ഡിസ്റ്റൻസ് മറ്റത് മറിച്ച് കവർ ചെയ്തുകൊണ്ടൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്ത് എടുക്കുന്ന പറഞ്ഞാൽ ഇത് ഒരു ഒളി ക്യാമറ കറക്റ്റ് ആ ദൃശ്യം പകർത്തിയതുപോലെയൊക്കെ ഒരു ഫീൽ വരുന്നില്ല. എന്റെ കൺമുമ്പിൽ നീതി ലഭിക്കണം ആ സ്ത്രീക്ക് ആത്യന്തികമായിട്ട്. അവരെ വേട്ടാടാൻ പാടില്ല ഈ സമൂഹത്തിൽ.